ദശമഹാവിദ്യ എന്ന് വെച്ചാല് ദേവിയുടെ 10 അവതാരങ്ങൾ അല്ലെങ്കിൽ 10 ഭാവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. കാളിയുടെ കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധുമാവതി, ബഗ്ലാമുഖി, മാതങ്കി, ലക്ഷ്മി. അത് ഓരോരോ ഭാവങ്ങളാണ്, ഓരോരോ എനർജി ഫോമുകളാണ്. അപ്പൊ ഈ ശക്തി, ഈ ചൈതന്യം, അതിൽ നമ്മൾ കാളിയും ബഗ്ലാമുഖി ചൈതന്യത്തിനെയാണ് ഉണർത്തുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ ആ ചൈതന്യത്തിനെ ഉണർത്തുമ്പോൾ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. ഈ ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് പ്രോഗ്രാമുകൾ, മറ്റുള്ളവരുടെ ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ ദുഷ്ട എനർജികളൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറാതെ ഈ ചൈതന്യങ്ങൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ഹുംകാര വിത്ത് ഹലീം എന്നത്. അത് മന്ത്രദീക്ഷയായിട്ടും ശക്തി ദീക്ഷയായിട്ടും മന്ത്ര, യന്ത്ര, തന്ത്ര എന്നാണ് പറയാം. ഈ രീതിയിൽ നമുക്ക് തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം. വേറെ ശക്തികൾ നമ്മുടെ ഉള്ളിലേക്ക്, നെഗറ്റീവ് ശക്തികൾ നമ്മളിലേക്ക് വരാതിരിക്കാനും, നമ്മുടെ ജീവിതത്തിൽ ഫൈനാൻഷ്യൽ ആയാലും ഫിസിക്കൽ ആയാലും മെന്റൽ ആയാലും മാനസിക തലത്തിലും ഇമോഷണൽ തലത്തിലും നമ്മളെ ശക്തമാക്കുന്ന മന്ത്ര സാധനയാണ്. ആർക്കും പ്രാക്ടീസ് ചെയ്യാം. അതിൽ മറ്റു ചടങ്ങുകളൊന്നുമില്ല. ഡെയിലി ഒരു അരമണിക്കൂറോ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങളുടെ ഊർജ്ജ സെന്റേഴ്സിനെ, നമ്മൾ ഇപ്പൊ പഠിച്ച ചക്രങ്ങൾ ആജ്ഞാ സെന്ററും നാഭി സെന്ററുമാണ് ഇതിലൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഈ മന്ത്രത്തിൽ. അതിലൂടെ നമുക്ക് ശക്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളെയും ട്രീറ്റ് ചെയ്യാൻ പറ്റും, വേറൊരാളുടെ പ്രശ്നങ്ങളും കൂടി സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, പിന്നീട് നമുക്ക് വേറെ ആളെയും കൂടി രോഗങ്ങളും പ്രശ്നങ്ങളും ചേഞ്ച് ആക്കാൻ പറ്റും. ആദ്യം നമ്മളാണ് സ്ട്രെങ്തൻ ആവേണ്ടത്, നമ്മൾ സ്ട്രോങ് ആവുക എന്നുള്ളതാണ്.